ഹായ്, അലിഫ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു യാത്ര ഇങ്ങനെ പോവുകയാണ്. നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ യാദൃശികമായിട്ട് ഒരു മഴ പെയ്തു. അപ്പോൾ നമ്മളൊരു കടൻ്റെ സൈഡിൽ കയറി നിന്നു. നമ്മളെ അടുത്ത് കുടയില്ല. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറോളം ആ കുട ഇല്ലാത്തതിന് കാരണം നമ്മൾ ആ ഒരു കടേൻ്റെ മുമ്പിൽ ഇങ്ങനെ മഴ ചോരുന്നത് കാത്ത് നിന്ന്. അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എത്തേണ്ട ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വെറീഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ അരമണിക്കൂർ നമ്മൾ ഒരു ടെൻഷൻ പിടിച്ച ഒരവസ്ഥയിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് എന്ന് കരുതുക. നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലെങ്കിലും നമ്മൾ അരമണിക്കൂർ അവിടെ നിൽക്കണം, ടെൻഷൻ ഉണ്ടെങ്കിലും അരമണിക്കൂർ നിൽക്കണം. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് അരമണിക്കൂർ നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ മഴ ആസ്വദിച്ചിട്ട് അരമണിക്കൂർ നിൽക്കുന്നതാണോ നല്ലത്? ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാകും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും, ഇഗ്നോർ ചെയ്യേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇതേപോലെ മഴ പോലെ ചില സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് അത് അനുഭവിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു അർജൻസി ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റാത്തത്. പക്ഷേ ആസ്വദിച്ചില്ലെങ്കിലും ആ സമയം നമ്മൾ അതിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആസ്വദിക്കാതിരിക്കുന്നതിൽ വലിയ മണ്ടത്തരല്ലേ? നമുക്ക് ആ ടൈം വളരെ ലോസ് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം ചിലവാക്കി പോവുക, നമ്മളെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഇഗ്നോർ ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിന് പോകണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി ആ സമയത്ത് നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ആ സമയത്ത് അത് ആസ്വദിച്ച് തന്നെ ചെയ്യുക. അതിനു വേണ്ടി ആ സമയം ചിലവഴിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ഒരു ലൈഫ് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.